അന്ന് കാനായിലെ വിവാഹ വീട്ടിൽ വെച്ച് കൽഭരണികളിൽ നിറഞ്ഞു തുളുമ്പിയ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥൻ ആ കുടുംബത്തിൽ സ്വർഗീയ ആനന്ദത്തിൻ്റെ ലഹരി പകർന്നു നൽകി. ഇന്ന് ലോകത്തിൻ്റെ ലഹരി തേടി ജീവിത വ്യഗ്രതയോടെ അലയുന്ന വ്യക്തിജീവിതങ്ങളും കുടുംബങ്ങളും. ലഹരിയിൽ മുങ്ങി ജീവിതത്തിൻ്റെ വർണ്ണങ്ങൾ നഷ്ടപ്പെട്ടു പോയ അനേകം വ്യക്തികൾ. പ്രിയമുള്ളവരുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി അവരിൽ ചിലർ ഉയിർത്തെഴുന്നേറ്റു. വീണ്ടും വർണ്ണങ്ങൾ വിരിയിച്ച് ആ ജീവിതങ്ങൾ ഇതാ നമ്മുടെ മുൻപിൽ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോജി. എൻ്റെ വീട്ടുപേര് നെല്ലിവേൽ എന്നാണ്. അപ്പനും അമ്മയും 5 മക്കൾ ഉൾപ്പെടുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛന് അബ്കാരി കോൺട്രാക്ടറാണ്. 4 റേഞ്ചുകളായിരുന്നു അച്ഛൻ പ്രധാനപ്പെട്ടതായിട്ടും അച്ഛൻ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു റേഞ്ച് എന്ന് പറയുമ്പോൾ കുറഞ്ഞത് ഒരു 10-50 ഷാപ്പെങ്കിലും ഒരു റേഞ്ചിൻ്റെ കീഴിൽപ്പെടും. അങ്ങനത്തെ 4 റേഞ്ചുകളാണ് അച്ഛൻ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ റേഞ്ചുകളൊക്കെ നടത്തി വലിയ വിഷമതകളൊന്നും ആ കാലഘട്ടത്തിലായിരുന്നു. പക്ഷേ ഇതൊരു തിന്മയാണെന്നുള്ള ബോധ്യം അച്ഛന് വ്യക്തതയില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിമാർ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്ന നല്ലതാണ്. ഇത് ഏറ്റവും വലിയ തിന്മയുടെ അല്ലെങ്കിൽ മദ്യപിശാചെന്ന് പറയുന്നത് ഒരു കുടുംബത്തെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു സംരംഭമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അച്ഛന് റേഞ്ചുകളൊക്കെ പിടിച്ചു പല വർഷങ്ങളായിട്ട് നടത്തി. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഒത്തിരി തകർച്ചകൾ വരുവാനായിട്ട് ആരംഭിച്ചു. ഒന്നല്ല, പല തകർച്ചകൾ. സാമ്പത്തികമായിട്ടും അമ്മച്ചിയാണെങ്കിൽ തളർന്നു പോകുന്ന അവസ്ഥയൊക്കെ, മുഴുവൻ സമയം കട്ടിലായി തളർന്നു കിടക്കുന്ന അവസ്ഥയ്ക്ക് വന്നു. പല കൊച്ചു പല രീതിയിൽ പല പ്രശ്നങ്ങൾ കുടുംബത്തിൽ കടന്നു വരാനായിട്ട് തുടങ്ങി. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്, അമ്മച്ചി തളർന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ
അമ്മച്ചിക്ക് ഒരു ബോധ്യം കിട്ടിയിട്ട് പോട്ടയിൽ ഒരു ധ്യാനം കൂടുവാനായിട്ട് കടന്നുപോയി. അപ്പോൾ ധ്യാനത്തിൽ വെച്ച് അമ്മച്ചിക്ക് വലിയ ദൈവാനുഭവമൊക്കെ ലഭിച്ചു. അവിടെ വെച്ച് കൗൺസിലിംഗ് ആയിട്ട് അമ്മച്ചി പറയും ഞാൻ കേട്ടിട്ടുണ്ട്, അനേകം മദ്യക്കുപ്പികളാണ് കാണുന്നത്. ഇത് കഴിഞ്ഞ് അമ്മച്ചി നേരെ വീട്ടിൽ വന്ന് അച്ഛനോട് പറഞ്ഞു, നമുക്ക് ഈ ബിസിനസ് വേണ്ട, ഇത് ശാപത്തിന്റെ ശമ്പളമാണ്, നമുക്കിത് ഒരിക്കലും നമുക്കിത് വേണ്ട, ഇത് നിർത്തിയേക്കാം. ഇത് പറഞ്ഞ് അച്ചായന് പലപ്പോഴും പറയുന്നൊരു പഴമൊഴിയുണ്ട്, കപ്പലോടിയ കടം ഉപ്പ് വിറ്റാ തീരുമോ. അങ്ങനെ എന്തായാലും അമ്മച്ചി പറയുന്ന കേട്ട് അച്ചായൻ പലവട്ടം ധ്യാനത്തിന് പോയി. പക്ഷെ അച്ചായൻ ഒരു അനുഭവവും ഈ ജീവിതത്തിൽ ഉണ്ടായില്ല. അതിനുശേഷം അമ്മച്ചി ഞങ്ങളുടെ 4 മക്കളെയും പറഞ്ഞു വിട്ടു. അവർ പോയിട്ടും തിരിച്ചു വന്നിട്ടും ഒരു ദൈവാനുഭവം അവരുടെ മുഖത്തോ അവരുടെ പ്രവൃത്തികളോ കാണാനായിട്ട് പറ്റിയില്ല. എന്നോട് അമ്മച്ചി അതിനുശേഷം ഞാൻ വിവാഹിതനായി വിവാഹമൊക്കെ കഴിച്ച് എനിക്കും നടുവിനൊരു വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കടന്നു വന്നു. എനിക്ക് ഒത്തിരി ട്രീറ്റ്മെൻറ്റ് നടത്തി. പക്ഷെ അതിലൊന്നും എനിക്ക് ഒരു സൗഖ്യം ലഭിച്ചില്ല. അപ്പോഴും അമ്മച്ചി എന്നോട് പറഞ്ഞു, നീ ഒരു ധ്യാനം കൂടെ. പക്ഷേ എൻ്റെ സഹോദരങ്ങളിലും എൻ്റെ സഹോദരന്മാരിലും എൻ്റെ അച്ചായനിലും ഒരു മാറ്റം കാണാത്തോളം കാലം എനിക്കും ഇതൊരു അനുഭവമായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. പിന്നീട് എന്നെ അമ്മച്ചി വീണ്ടും വീണ്ടും പ്രേരിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഡിവൈനിൽ പോയി ധ്യാനം കൂടി എനിക്ക് വലിയ ദൈവാനുഭവമൊക്കെ ലഭിച്ചു. ഈ ദൈവാനുഭവമൊക്കെ ലഭിച്ച ശേഷം ഞാൻ തിരിച്ച് എൻ്റെ ഭവനത്തിലേക്ക് വന്നു. എനിക്ക് ഉള്ളിൽ പരിശുദ്ധാത്മാവ് വലിയ പ്രേരണ നൽകി. അതായത് അനേകം മദ്യപാനികളെ മക്കളെ ഇറങ്ങി പ്രവർത്തിക്കുവാനൊക്കെ വലിയൊരു ഒരു ദൈവവിളി അല്ലെങ്കിൽ പരിശുദ്ധാത്മ സംസാരിക്കുന്ന ഒരു വലിയൊരു അനുഭവമൊക്കെ എനിക്കുണ്ട്. പക്ഷേ അച്ചായൻ്റെ ഈ മദ്യക്കച്ചവടം മൂലം പലപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ അത് ഈ സാക്ഷ്യത്തിനെതിരായി മാറും എന്ന് പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ തോന്നി. അതിനാൽ ഞാൻ അന്നു മുതൽ ഞാനും എൻ്റെ അമ്മച്ചിയും അച്ചായനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അധികം കാലം പോയിട്ട് പോയില്ല. ഈ റേഞ്ചുകളെല്ലാം അച്ചാൻ പൂർണ്ണമായിട്ടും നിർത്തിക്കഴിഞ്ഞപ്പോൾ അമ്മച്ചി അച്ചാനോട് ഇങ്ങനെ പറഞ്ഞു, ഇത്രയും കാലം നിങ്ങൾ നടത്തിയില്ലേ, നിങ്ങൾക്കൊരു അനുഭവം ലഭിച്ചില്ലല്ലോ, ഇനിയെങ്കിലും ഇതെല്ലാം നിർത്തിയല്ലോ, ഇനിയെങ്കിലും നിങ്ങൾ ഒരു ധ്യാനം കൂടും. അങ്ങനെ അമ്മച്ചിയുടെ വാക്ക് കേട്ട് അച്ചാൻ വീണ്ടും ഒരു ധ്യാനം കൂടുവാനായിട്ട് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്ക് പോയി. അവിടെ വെച്ച് അച്ചാൻ വലിയ ദൈവാനുഭവം ഉണ്ടായി. അച്ചാൻ ഞങ്ങൾ പങ്കുവെച്ച കാര്യം മാത്രം നിങ്ങളോടൊന്ന് ഞാൻ പങ്കുവയ്ക്കുക. അച്ചാൻ ഇങ്ങനെ പറഞ്ഞു, ആരാധന സമയത്ത് ബാലനായ യേശു ഓടിപ്പോകുന്നത് എനിക്ക് കാണുവാനായിട്ട് പറ്റി. അതിനുശേഷം അച്ചാൻ തിരിച്ചു വന്നു. അച്ചാൻ ഈ മദ്യഷാപ്പും ബാറും പൂർണ്ണമായിട്ടും നിർത്തി. അതിനുശേഷം അച്ചാന് എന്നോട് തന്നെ പറഞ്ഞു, നമ്മൾ ചെയ്ത ഈ വലിയ തെറ്റ്, ഇതിന് പരിഹാരം നമ്മൾ ചെയ്യണം. അതിനാൽ നീ ഇനിയുള്ള കാലം അനേകം മദ്യപാനികളെ ഡിവൈനിൽ കൊണ്ടുപോവുകയും അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാനും നീ കൂടുതൽ ശ്രമിക്കണം. അത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷം അച്ഛൻ്റെ ജീവിതം മുഴുവൻ ജപമാലയും ആരാധനയും വിശുദ്ധ ഗ്രന്ഥവുമായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിമാരെ, എനിക്ക് ഒരൊറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ. ഇന്ന് അനേകം മക്കള് ഈ മദ്യക്കച്ചവടം ചെയ്തിട്ട് ഈശോയെ അറിയാതെ മരിച്ചുപോയ അനേകം വ്യക്തികളുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു അനുഭവം എൻ്റെ അച്ഛൻ ജീവിതത്തിൽ കടന്നു വന്നില്ല. അത് ഞാൻ കർത്താവിന് നന്ദി പറയും. അച്ഛന് ഞാൻ ഓർത്തു പോവുകയായിരുന്നു, ചെറുപ്പകാലം മുതൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും ആ വല്യപ്പൻ്റെ വാക്ക് കേട്ട് അത് ഈശോയുടെ വാക്കട് കരുതി മുമ്പോട്ട് പോയൊരു വ്യക്തിയാണ്. ആ ഒരു പ്രാർത്ഥനയായിരിക്കാം ഞങ്ങളുടെ കുടുംബം നശിച്ചു പോകാനായിട്ട് കർത്താവ് ഇടയാക്കിയില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് മദ്യം വിറ്റ അനേകം കുടുംബങ്ങൾ, മിക്ക കുടുംബങ്ങളും മന്ദബുദ്ധിയോ അല്ലെങ്കിൽ പെടുമരണമോ വലിയ വലിയ തകർച്ചകളും അനേകം കുടുംബത്തിൽ കാണുവാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ ഒരു മേഖലയിൽ നിന്നെല്ലാം ഞങ്ങളുടെ കുടുംബത്തെ കർത്താവ് മോചിപ്പിച്ചു. ആ കർത്താവിന് വലിയ സംരക്ഷണം ഉണ്ടായി. അതുതന്നെയല്ല, അച്ചാന് ഈ ഒരു നവീകരണ അനുഭവത്തിൽ വന്ന ശേഷം അച്ചാന് ഒരു ബോധ്യം കിട്ടി, ഇത് തെറ്റാണെന്ന്. അപ്പം ആ ഒരു ബോധ്യത്തിലൂടെ എന്നെ അച്ചാൻ പ്രേരിപ്പിക്കുകയും അതിലൂടെ അച്ചായൻ്റെ ആ ഒരു പ്രാർത്ഥനയും ശക്തിയും എനിക്കുണ്ടായിരുന്നു. അതിലൂടെ അനേകം മക്കളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് എനിക്ക് സാധിച്ചു. ജെറമ്യ 15:19 പറയുന്നു, നീ തിരികെ വന്നാൽ നിന്നെ എൻ്റെ സന്നിധിയിൽ പുനഃസ്ഥാപിക്കാം. നീ വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയായി മാറും. അതെ, തീർച്ചയായും
കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുവാനും അവിടുത്തെ സദ്വചനമായ സുവിശേഷം പറയുവാനും അനേകം മക്കളെ ഈ മദ്യപിശാചിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരുവാനും കർത്താവ് ഞങ്ങളെ സഹായിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ആത്മീയ സുഹൃത്തുക്കളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത് മോൻ ചെത്തിമറ്റം, സർവീസ് ടീം അംഗമാണ്. ഞങ്ങൾ ഒന്നിച്ച് ഒത്തിരി ധ്യാനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അനേകം പള്ളികളിൽ ഞങ്ങൾ ഇപ്പോൾ ഒത്തിരി ധ്യാനങ്ങൾ ഈ അടുത്ത കാലം ചെയ്തു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടാമതായിട്ട് ഇതെൻ്റെ ആത്മീയ സുഹൃത്താണ് സജി കല്ലുപാലം. ഈ സജിയെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ആത്മീയ രംഗത്തേക്ക് കൊണ്ടുവരാൻ കർത്താവ് എന്നിലൂടെ പ്രവർത്തിച്ചു. ഇന്ന് സജിയും അനേകം പള്ളികളിലും അനേകം സ്ഥലങ്ങളിൽ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. അതും സജിയാണ്. സജി ഞങ്ങളുടെ പള്ളിയിലെ ഇടവാംഗമായിരുന്നു, ഇപ്പോഴും ഇടവാംഗമാണ്. മദ്യത്തിന് ശരിക്കും പൂർണ്ണമായിട്ട് മദ്യത്തിലായിരുന്നു, മദ്യത്തിന് അടിമയായിരുന്നു. ആ മകനെ ധ്യാനം കുടിക്കാനായിട്ട് പറ്റി. ആ മകനും മനസാന്തരം വന്ന് ഇന്നിപ്പം ക്രിസ്ത്യൻ ധ്യാനത്തിൽ കൂടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അങ്ങേട്ടിരിക്കുന്ന ബോസച്ചാൻ ഞങ്ങൾ പറയുന്നത് ബോസച്ചാൻ ഞങ്ങൾ പറയാറ്. അച്ചാനും യേശുവിനെ അറിഞ്ഞ വ്യക്തിയാണ്. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഒന്നിച്ച് ശുശ്രൂഷയിൽ ഈ അച്ചാനുമുണ്ട്. ഞങ്ങൾ പ്രത്യേകിച്ച് ഈ 5 പേര് ഞങ്ങളിലൂടെ ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. ഇന്ന് അനേകം മക്കളെ മാനസാന്തരത്തിലേക്കും അനേകം മക്കളെ ശുശ്രൂഷയിലേക്കും അതുപോലെ അനേകം മക്കൾക്ക് മദ്യത്തിൽ നിന്നും സമ്പൂർണ്ണ വിടുതൽ ലഭിക്കുവാനായിട്ടും ഞങ്ങളെ കൂട്ടായ്മ ഒത്തിരി അധികം സഹായിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, എൻ്റെ പേര് സജി കുര്യൻ എന്നാണ്. തിരുവല്ലയിൽ താമസിക്കുന്നത്. മദ്യപാനത്തിൻ്റെ യാതൊരു പശ്ചാത്തലവുമില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് വന്ന ഞാൻ മദ്യപാനത്തിന് അടിമയാവുകയും ഒരു ദിവസം മദ്യപാനം കഴിഞ്ഞ് ഞാൻ വന്ന് എൻ്റെ ജീവിത പങ്കാളിയായി കണ്ടമാനം ചീത്ത വിളിക്കുകയും പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ജീവിത പങ്കാളി എന്നോട് ഞാൻ അന്ന് വിളിച്ച ചീത്തകൾ എന്തൊക്കെ ചീത്തകളാണെന്ന് പറഞ്ഞപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് അന്ന് മദ്യപാനത്തോട് ഭയങ്കരമായ വിദ്വേഷം തോന്നുകയും വെറുപ്പ് തോന്നുകയും അതവസരത്തിൽ ഞാൻ എൻ്റെ സുഹൃത്തായ ജോജിയുമായി ബന്ധപ്പെടുകയും ജോജിയോട് സംസാരിക്കുകയും ജോജി മുഖേന എനിക്കൊരു ധ്യാനത്തിന് പോകാൻ സാധിക്കുകയും ചെയ്തു. ആ ധ്യാനം കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് പിന്നെ ഇന്ന് വരെ ഈ നിമിഷം വരെ ഒരിക്കലും മദ്യപാനത്തിലേക്ക് ഞാൻ ഒരിക്കലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിലുപരിയായിട്ട് ധാരാളം ആത്മാക്കളെ നേടുവാനായിട്ട്, മദ്യപാനത്തിൽ നിന്ന് വിടുതൽ നേടുവാനായിട്ട് ഞാൻ ധാരാളം പരിശ്രമിക്കുകയും ചെയ്യുന്നു. 2-3 വർഷമാകും ഞാൻ മദ്യപാനം പരിപൂർണമായിട്ട് നിർത്തിയിട്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ ചങ്ങനാശ്ശേരി രൂപതയോട് ചേർന്നുള്ള ക്രിസ്ത്യൻ മിനിസ്ട്രി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ധ്യാന ടീമിൽ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ധാരാളം കുഞ്ഞുങ്ങളെ ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ട് എൻ്റെ തമ്പുരാൻ എൻ്റെ മേൽ കരുണ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ആശംസകൾ. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് സജി കല്ലുപാലം എന്നറിയപ്പെടും. ഞാൻ ഒരു സമാധാനമില്ലാത്ത ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിൽ മദ്യപാനത്തിൻ്റെയൊക്കെ മേഖലയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇന്നൊരു ആത്മീയ ശുശ്രൂഷയുടെ അനുഗ്രഹമായി ഇന്ന് ജോജി ബ്രദറിനോടൊപ്പം ആയിരിക്കുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു കാരണമുണ്ട്. കാരണം മുൻകാല ജീവിതത്തിൽ വന്നുപോയ ചില പിഴവുകൾ, മദ്യപാനത്തിൻ്റെയൊക്കെ ആസക്തികൾ, പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ ഫാദർ നടത്തിക്കൊണ്ടിരുന്ന 4 റേഞ്ചിൻ്റെ അധിപനായിരുന്ന അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ഒരു ഔട്ട്ലെറ്റ്, അതായത് ഒരു ലൈസൻസ്ഡ് ഷാപ്പ് നടത്തിക്കൊണ്ടിരുന്നതാണ് എൻ്റെ ഫാദറും ഞാനും ഒക്കെ. ഇവിടെ ഒരു ഉത്തരവാദിത്വമില്ലാത്തൊരു മേഖല പോലെ പോകുന്നൊരു അന്തരീക്ഷം, ഒന്നിനെയും സ്വീകരിക്കാൻ വയ്യ, സമാധാനത്തിൻ്റെ അന്തരീക്ഷമേ ഇല്ല. ഈ അനുഭവങ്ങളിൽ ഈ ജോജി എന്ന സഹോദരൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു, എല്ലാ ആത്മീയ സപ്പോർട്ടും നമുക്കുണ്ടാവും, ഈ സഹോദരനെ എവിടെയെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിലെത്തിക്കണം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആരുണ്ട് എന്നെ ഒന്ന് സഹായിക്കാൻ നോക്കിയിരിക്കുമ്പോഴാണ്
ജോജി എന്ന ഈ സഹോദരൻ്റെ മാനസാന്തരത്തിലുള്ള ഒരു ദൈവിക ശബ്ദം എൻ്റെ ജ്യേഷ്ഠൻ കേൾക്കാൻ സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അന്ന് ഇതൊന്നും അറിയുന്നില്ല. ഇതൊക്കെ എൻ്റെ മാനസാന്തരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്ന ജോജി ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു ജ്യേഷ്ഠനിലൂടെ ഇങ്ങനൊരു കാരണം. പക്ഷേ അതിനൊരു സാഹചര്യം ഉണ്ടായി. ജ്യേഷ്ഠൻ എന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ, ദൈവം ഇന്നും ജീവനോടെ വസിക്കുന്ന, ദൈവത്തിൻ്റെ വചനം ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമായി ഒഴുകുന്ന ആ അനുഗ്രഹത്തിൻ്റെ ആ വചനകൂടാരത്തിലേക്ക് ബലഹീനായ എന്നെ ഒരു കെണിയിൽപ്പെടുത്തിയ പോലെ എൻ്റെ ജ്യേഷ്ഠൻ കൊണ്ടുപോവുകയാണ്. അവിടെ കടന്നു ചെല്ലുമ്പം ആ ഗേറ്റ് വാതിക്കൽ പൊന്നുതമ്പുരാൻ ഇരുകരങ്ങളും നീട്ടിയിരിക്കുന്ന അനുഭവം. ആ അനുഭവത്തിൽ എന്നെ അതിൽ സ്വീകരിച്ചു. വചനം ശ്രവിച്ച് എൻ്റെ കൂടെ എൻ്റെ ജീവിത പങ്കാളിയും എനിക്ക് വേണ്ടി ത്യാഗമെടുത്തു. പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാം കാരണമാകാൻ ദൈവം ഉപയോഗിച്ചത് ജോജി ബ്രദറിനെ. ഇന്ന് അനേകം ദൈവാലയങ്ങളിലും അനേകം വചനകൂടാരങ്ങളിലും കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ ബലഹീനായ എന്നെ ദൈവം ഉപയോഗിക്കുന്നു. അച്ചായൻ ബിസിനസ് ചെയ്ത കാലങ്ങളിൽ ഞാൻ ഒരു നിമിഷം ഒന്ന് ഓർത്തു പോവുകയാണ്. വൈകുന്നേരം ഒരു 7-8 മണിയാകുമ്പോൾ ലക്ഷക്കണക്കിന് പൈസയാണ് അച്ചായൻ്റെ മുറിയിൽ ജോലിക്കാർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്രയധികം വരുമാനം കടന്നു വന്നിട്ടും ഒരു ധ്യാനം കൂടിയപ്പോൾ ഇതെല്ലാം വേണ്ട എന്ന് വെച്ച് അച്ചായൻ ക്രിസ്തു വിശ്വസിച്ച് പൂർണ്ണമായും ക്രിസ്തുവിലായി. ഇതെന്നെ ഒത്തിരിയധികം അത്ഭുതപ്പെടുത്തി. തീർച്ചയായും കർത്താവിൻ്റെ കരങ്ങളാണ് ഇവിടെ പ്രവർത്തിച്ചത് എന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 3-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്: മഷി കൊണ്ടല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട്, കൽഫലങ്ങളല്ല, മനുഷ്യ ഹൃദയങ്ങൾ എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതങ്ങളാണ് നിങ്ങൾ. തീർച്ചയായും അച്ചായൻ്റെ ആ ഒരു പ്രാർത്ഥനയും ഒരു പ്രചോദനവും എനിക്ക് എന്നുമുണ്ട്. ഇന്ന് അനേകം ധ്യാന കേന്ദ്രങ്ങളിലും ഇന്ന് അനേകം ദേവാലയങ്ങളും ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എൻ്റെ കർത്താവ് എന്നെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായും ഇത് കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അനേകം മക്കളെ, പ്രത്യേകിച്ച് മദ്യപാനികളായിരിക്കുന്ന മക്കളെ ധ്യാനത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ കർത്താവ് എന്നെ എടുത്ത് ഉപയോഗിക്കുന്നു. ഇന്ന് അനേകം മക്കളെ ധ്യാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് വൈദികരോട് ചേർന്ന് സഭയോട് ചേർന്ന് ഒത്തിരി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എൻ്റെ കർത്താവ് എന്നെ അനുവദിക്കുന്നുണ്ട്. തീർച്ചയായും ആ കർത്താവിൻ്റെ സ്നേഹവും സമീപവും എന്നോടൊപ്പം ഉണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ആ വലിയ കൃപ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മാത്യു തെങ്ങുംപള്ളി. ഞാനൊരു CMI വൈദികനാണ്. ക്രൈസ്റ്റ് സ്കൂള്, തിരുവല്ലയിലുള്ള ക്രൈസ്റ്റ് സ്കൂളിൽ പ്രിൻസിപ്പളായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. 2 വർഷത്തിൽ കൂടുതലായി ഞാൻ ഈ തിരുവല്ലയിൽ വന്നിട്ട്. ജോജിയെയും കുടുംബത്തെയും അറിയാം. ജോജിയുടെ പിതാവിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു മദ്യവ്യവസായി ആയിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് ഈ ജോജിയായിട്ട് പല സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ കണ്ടുമുട്ടാനും ശുശ്രൂഷ ചെയ്യുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ദൈവം സ്പർശിച്ച ഒരു വ്യക്തിയാണ് ജോജി. ആ ദൈവത്തിൻ്റെ സ്പർശനം വഴിയായിട്ട് ദൈവവചനവും അനുഭവവും മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് ശുശ്രൂഷ വരത്തിലൂടെ ദാനം ചെയ്യുവാനായിട്ട് ജോജി വളരെ ഉത്സുകനാണ്. അനുദിനം ദേവാലയത്തിൽ വന്ന് ദീപവിളിയിൽ പങ്കെടുത്ത് അവിടുന്ന് കിട്ടുന്ന ശക്തി വചനത്തിലൂടെ, അനുഭവത്തിലൂടെ, സാക്ഷ്യത്തിലൂടെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നത് ഞാൻ പലപ്പോഴും അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ദൈവം കൈവച്ചാൽ, ദൈവം സ്പർശിച്ചാൽ മനുഷ്യന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ജോജിയുടെ ജീവിതം എന്നെ പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്.
ജോജിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന മക്കളെ, കുടുംബത്തെ സ്നേഹിക്കുകയും ശുശ്രൂഷ ചെയ്യുന്നത് വഴി ദൈവമഹത്വത്തിനു വേണ്ടി അധ്വാനം ചെയ്യുന്ന ഒരു നല്ല കത്തോലിക്ക കുടുംബവും വ്യക്തികളുമാണ് നെല്ലുവേലി കുടുംബത്തിലുള്ളത്. എൻ്റെ പേര് ജോഷി തേവരക്കര. ഞാനൊരു CMI സഭാംഗമാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് തിരുവല്ലായിലുള്ള മുത്തൂർ സെൻറ് ആന്നീസ് ഇടവകയുടെ വികാരിയായിട്ട് ഞാനിവിടെ സേവനം ചെയ്യുകയാണ്. ഇവിടെ എനിക്ക് എടുത്തു പറയുവാനായിട്ടുള്ളത് ഈ CMI സഭാ സമൂഹവും അതുപോലെ തന്നെ CMI സഭയ്ക്കൊരു സ്കൂളും ഒക്കെ ഉണ്ടാകുവാനായിട്ടുള്ള കാരണക്കാരൻ നെല്ലുവേലി അപ്പച്ചായനാണ്. അപ്പച്ചായൻ ഒരു മദ്യ വ്യവസായിയായിരുന്നു. എന്നാൽ അദ്ദേഹം മരണത്തിന് തൊട്ട് മുൻപായിട്ട് മദ്യ വ്യവസായം ഒരു തെറ്റാണെന്നും അത് പാപമാണെന്നും ഉള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ അദ്ദേഹം ആ മദ്യ വ്യവസായത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് അദ്ദേഹം പിന്മാറുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മക്കളെ ഉപദേശിക്കുകയുണ്ടായി, നിങ്ങൾ ഈ മേഖലയിലേക്ക് മദ്യ വ്യവസായത്തിലേക്ക് പോകരുത് എന്നും ഉള്ള ഉപദേശം നൽകി. അപ്പോൾ ആ ഉപദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രായശ്ചിത്തം എന്ന രീതിയിൽ ജോജിയോട് ആവശ്യപ്പെട്ടു, തൻ്റെ മകനായ ജോജിയോട് ആവശ്യപ്പെട്ടു, നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. അപ്പോൾ അങ്ങനെ അദ്ദേഹം സുത്യർഹമായ രീതിയിൽ ഇപ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അദ്ദേഹം ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കാഴ്ചവെച്ച് കൊണ്ടുപോകുന്നു എന്നെനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ജോജിയുടെ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇടവകയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന നിസ്വാർത്ഥമായിട്ടുള്ള ആ നല്ല പ്രവർത്തനങ്ങൾക്ക് സർവശക്തനായ ദൈവം എല്ലാ വിധത്തിലും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത് എൻ്റെ ഭവനമാണ്, ഈശോ തന്ന ഭവനമാണ്. ഇത് എൻ്റെ ഭാര്യ ടുഡി. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകനാണ്, അവൻ്റെ പേര് ജോയൽ. ഇപ്പോൾ അവൻ ഇവിടെയില്ല, അവന് വെക്കേഷൻ ക്യാമ്പിനായിട്ട് പോയിരിക്കുകയാണ്. രണ്ടാമത്തെയാണ് മകള്, മോളുടെ പേര് ഹന്ന ജോജി. ഇപ്പോൾ ക്രൈസ്റ്റ് സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 96-ലായിരുന്നു ഞങ്ങളുടെ വിവാഹം. കല്യാണത്തിന് മുമ്പ് മദ്യപിക്കുന്നതും മദ്യം ബിസിനസ് നടത്തുന്നതും ഒരു വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. കല്യാണത്തിന് ശേഷം ജോജി മദ്യപാനികളെ ഡിവൈനിൽ കൊണ്ടുപോവുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവരുടെ ഭാര്യമാരോടും കുടുംബത്തോടും സംസാരിക്കാൻ ഇടയായപ്പോൾ അവരുടെ വീട്ടിലെ അസ്വസ്ഥതകളും വിഷമങ്ങളും മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മദ്യം ബിസിനസ് നടത്തുന്നതും ഒരു വലിയ തെറ്റാണെന്ന് മനസ്സിലായി. ജോജി ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഞാൻ ജോജിയുടെ കൂടെ പോവുകയും പോകാതിരിക്കുമ്പോൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. നല്ലൊരു ഭർത്താവിനെയും 2 നല്ല കുഞ്ഞുങ്ങളെയും ദൈവം തന്നതിനെ ഓർത്ത് വളരെയധികം നന്ദി പറയുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ ഉപദേശം മാത്രമേ ഉള്ളൂ. ഇന്ന് കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മദ്യപിശാച് അനേകം കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ട് അനേകം പെടുമരണങ്ങൾക്കും തകർച്ചയ്ക്കും കാരണമായിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങളുടെ കുടുംബത്തിലും ചെറിയൊരു സഹനങ്ങളും തകർച്ചകളും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. എന്നാലും കർത്താവിൻ്റെ അനന്തമായ കരുണയിലാണ് ഇപ്പോഴും വലിയ തകർച്ച വരാതെ ഞങ്ങൾ ദൈവകരുണയിൽ കൃപയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നത്. അവിടെയൊക്കെ കർത്താവ് വലിയ കരമുണ്ടായിരുന്നു. കർത്താവ് ഞങ്ങൾ സുഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഒരപ്പനും അമ്മയും മക്കളും കൂടുന്ന കുടുംബത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ മദ്യം എന്ന പിശാചിനെ നിങ്ങൾ വീട്ടിൽ കയറ്റരുത്. അത് തീർച്ചയായും നിങ്ങളുടെ നാശത്തിന് കാരണമായി മാറും. അതിനാൽ ഈ ഒരു ദുഷ്ടപിശാചിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് തമ്പുരാനോട് ചേർന്ന് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അവിടുത്തെ വചനമനുസരിച്ച് ജീവിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്.